ഫീൽ ഗുഡ് ജോണറയിൽ എനിക്ക് ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ആയിട്ട് ഫീൽ ആയിട്ടുള്ള ഒരുപാട് അപ്രിസിയേഷൻ ഡിസർവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയ വളരെ അണ്ടർ അപ്രിഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് KD എന്ന കറുപ്പുതുരൈ. ആ സിനിമയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്താ പറയുക, ഞാൻ കുറേ മുന്നേ കണ്ടതാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കണ്ടിട്ട് അങ്ങനെ ഓർത്ത് ചെയ്യുന്നതല്ല. ഞാൻ പറയുന്ന എല്ലാ സംഭവങ്ങളും വർഷങ്ങൾക്ക് മുന്നേ കണ്ട് ഇപ്പോഴും എനിക്ക് മനസ്സിൽ അതേപോലെ കിടക്കുന്ന ഓരോ സംഭവങ്ങളായിരിക്കും എനിക്ക് പറയാൻ. പക്ഷെ അത് അണ്ടർ അപ്രിഷിയേറ്റഡ് ആണെങ്കിൽ അതൊരു ഫാക്ടറായിട്ട് ഇവിടെ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയാണ് KD എന്ന കറുപ്പുതുരൈ. ഈ സിനിമയിൽ 2 ക്യാരക്ടേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. ഒരു പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുടെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പൻ്റെ ക്യാരക്ടറും ഉണ്ട്. പ്രായം കൂടിയൊരു സമയവും പ്രായം കുറഞ്ഞൊരു സമയവും, ഒരു അപ്പൂപ്പൻ സ്റ്റേറ്റും ഒരു കുട്ടി സ്റ്റേറ്റും, ഒരു അപ്പൂപ്പൻ ക്യാരക്ടറും ഒരു കുട്ടി ക്യാരക്ടറും. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിൽ മെയിനായിട്ടുള്ളത്. അപ്പം ടോട്ടലി നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഇന്നസെൻസ് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് കറുപ്പുതുരൈ എന്ന് പറഞ്ഞിട്ടുള്ള KD. എനിക്ക് പേഴ്സണലി ഞാൻ ഈ സിനിമയെ പറ്റി ആലോചിക്കുമ്പം എനിക്ക് അപ്പൂപ്പൻ്റെ ആ പിക്ചർ കംപ്ലീറ്റ്ലി എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരിക്കലും ഞാൻ അതിൻ്റെ സ്പോയിലർ, അതായത് സിനിമയുടെ കഥയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു വൺ ലൈനർ ആയിട്ടോ അങ്ങനെ ഒന്നും പറയുന്നില്ല. എനിക്ക് അങ്ങനെ പറയാതെ തന്നെ നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഏത് സിനിമയാണെങ്കിലും എനിക്ക് താല്പര്യം. അപ്പം ഈ സിനിമയിലെ ഏറ്റവും വർക്കൗട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നസെൻസ് ആണ്. ഈ 2 ക്യാരക്ടേഴ്സിൻ്റെയും ഇന്നസെൻസ്, അത് അവരുടെ പ്രായം തന്നെയാണ് അതിൻ്റെ മെയിനായിട്ട് ഫാക്ടർ ആയിട്ടുള്ളത്. ടൈംലെസ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ്, എവർ ലാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു ജോൺറയാണ് ഫീൽ ഗുഡ്. അങ്ങനെ ഫീൽ ഗുഡ് ജോൺറയിൽ വന്നിട്ടുള്ള സിനിമയാണ് KD എന്നുള്ള ഈ പടം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ 2 ഏജിലുള്ള ആൾക്കാരാണ്. പ്രോപ്പർ വർക്കൗട്ടാണ് ഇന്നസെൻസിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ബ്ലിസ്ഫുൾ മൊമെൻറ്റ്സ് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല ഒരു ബ്ലിസ് ഫീലിംഗ് ആണ്, ബ്ലിസ് ഫീലിംഗ് ആണ് ഈ സിനിമ കാണുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈ റാപ്പോ നല്ലോണം വർക്കൗട്ട് ആയതുള്ള കാരണം അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഈ 2 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന കോമ്പിനേഷൻ സീക്വൻസോ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇല്ലാത്തപ്പോൾ ഈ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു സംഭവമൊക്കെ ആയിട്ട്, ആ ഒരു ക്യാരക്ടറിന് ഒറ്റയ്ക്കായിട്ട് നമുക്ക് അങ്ങനെ കാണുന്നതിനേക്കാൾ ഇവർ 2 പേരും ഒരുമിച്ചുള്ള സംഭവങ്ങൾ അത് ഒരുപാട് സിനിമകളിൽ നമ്മൾ കാണുന്നതാണ്. അങ്ങനത്തെ, അതായത് റാപ്പോ നല്ലോണം വർക്കൗട്ട് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ പിന്നീട് അവർ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു സുഖമില്ലായ്മ ഉണ്ടാവും. അപ്പോൾ റാപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ സിനിമയിൽ. പിന്നുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അതാണ് ഏറ്റവും മെയിൻ കാര്യം. ആ കാര്യമാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഈ സിനിമ ഞാൻ ഒരാൾക്ക് കാണിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒറ്റ സീൻ വെച്ചിട്ട് ആളെ വീഴ്ത്താൻ ഞാൻ യൂസ് ചെയ്യണ ഒരേ ഒരു പരിപാടി ഈ സിനിമയിലെ ഫുഡ് സീൻസ് ആണ്. ഇത്ര അടിപൊളിയായിട്ട് ഫുഡ് സീൻസ് വന്നിട്ടുള്ള, ഭക്ഷണം കഴിക്കുന്ന സീക്വൻസുകൾ വന്നിട്ടുള്ള സിനിമകൾ വളരെ ചുരുക്കമാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് ഓസം കൈൻഡ് ഓഫ് സാധനങ്ങൾ ഒരുപാടുണ്ട്. മിസ്റ്റർ ബട്ട്ലറിലെ ലിഫ്റ്റ് സീനാണെങ്കിലോ, ജൂലൈ 4 ആ സീനാ ഫുഡ് ഉണ്ടാക്കി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു, അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആ സീനാണെങ്കിലോ, സോൾട്ട് ആൻഡ് പെപ്പറിലെ ആ സീനാണെങ്കിലോ, ഏത് സീനാണെങ്കിലും നമ്മൾ ഒരുപാട് റിപ്പീറ്റ് വാച്ച് ചെയ്തിട്ടുള്ള സിനിമകളിലെ സീനുകളായിരിക്കും ഇതൊക്കെ. ഫുഡ് സീൻസ്, സ്പെഷ്യൽ മെൻഷൻ ഫുഡ് സീൻസ്. കറുപ്പുതുരൈ എന്നുള്ള ഈ തമിഴ് സിനിമയിലെ ഫുഡ് സീൻസ് വളരെ സൂപ്പറാണ്, ഒരുപാട് അടിപൊളിയാണ്. അതായത് ഇപ്പോൾ ഒരാളെ നമുക്ക് കാണിക്കുകയാണെങ്കിൽ ഈ ഫുഡ് സീൻസ് വെച്ചിട്ടായിരിക്കും ഞാൻ അവരെ വീഴ്ത്താൻ പോണത്. അത് അത്രയ്ക്ക് നല്ലതാണ്. അത് അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നതും. ഇത്ര കാലം, ഒരു 3-4 കൊല്ലമായിട്ടുണ്ടാവും തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അറിയില്ല, എന്തായാലും കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് ഞാൻ ഈ സിനിമ, അതായത് ഒരു ഫുഡ് സീൻസിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സീൻസിനെ പറ്റി ആലോചിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് പരിപാടിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിലോ, ഇല്ലെങ്കിൽ ഇന്നസെൻസ് വർക്കൗട്ട് ആയിട്ടുള്ള നല്ല സിനിമകളെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിലോ, റാപ്പോ എന്ന് പറഞ്ഞൊരു ഫാക്ടർ, ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, റാപ്പോനെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിലോ, ഒരു ഫുൾഫിൽഡ് അങ്ങനത്തെ ഒരു പരിപാടിനെ പറ്റി ആലോചിക്കുമ്പം, പിന്നീട് അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പം, അണ്ടർ അപ്രിഷിയേറ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലായിട്ട് ആലോചിക്കുമ്പം, അറ്റൻഷൻ ഡിസേർവിങ് എന്നുള്ളൊരു ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പം, അങ്ങനത്തെ സ്പേസിൽ, അങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ, അങ്ങനത്തെ ഒരു ടൈമിൽ, അങ്ങനത്തെ ഒരു പരിപാടിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരാളുടെ അടുത്ത് ഇവിടെ ഒന്ന് കാണണ്ട അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന ഒരു പരിപാടിയിലുള്ള സിനിമയാണ് KD. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങൾ ആ ഫുഡ് സീൻസ് മാത്രം ഒന്ന് എടുത്ത് കണ്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ സിനിമ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു നോക്ക്.